ചെയ്തിടും ജീവിതം തന്നെ തീർന്നിടും വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാവേ. എല്ലാവരും എഴുന്നേൽക്കുക, കുറച്ചു നേരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളെ മരിയൻ പോരാളികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മരിയൻ ആധ്യാത്മികതയെ പൂർണ്ണമായി പിൻചൊല്ലുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. ശക്തമായി കരടിച്ച് ചിറവേർത്തി ദൈവസ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ശക്തിയോടെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ മരിയനോട് പണിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഈ അടുത്താറിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ. ഞങ്ങളിൽ ദൈവ സ്നേഹം നിറയണമേ. ഹല്ലേലൂയ പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ
കവിയണമേ കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും വലിയ ആധ്യാത്മികത പിന്തുടരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയം സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലുകയോ ചെയ്യണം. ഒന്ന് രണ്ട് സ്ഥലത്ത് രോഗമുണ്ടെങ്കിൽ കൈകൾ മാറ്റി മാറ്റി വെക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, 5 മിനിറ്റ് നേരം. അപ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി സ്തുതിക്കട്ടെ മക്കളെ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഓരോ മകൻ്റെ മേലും കർത്താവേ, ഒരു മകളുടെ മേലും കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. മഹത്വപ്പെടുവാൻ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹരിയിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹരിയിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും അത് മാറുന്നതിന് വേണ്ടിയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വീട് ജപ്തിയായി പോകാൻ പോകുന്നവർ, സ്ഥലം ജപ്തിയായി പോകാൻ പോകുന്നവർ, വിദേശ ജോലിക്ക് തടസ്സങ്ങളുള്ളവർ, PR കിട്ടാത്തവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ ഇൻ്റർവ്യൂവും ടെസ്റ്റും കാത്തിരിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിശ്വാസമില്ലാത്ത കുറഞ്ഞ കുടുംബങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ളവർ, പലതരത്തിൽ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, a touch with your fire finger, soak with the precious blood, and authority of the Catholic Church, with the power of Jesus Christ, with the mental of the Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. വരേണമേ എന്നിൽ നിറയണമേ. നാഥാ വരേണമേ
അവനെ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളിൽ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെ ഈശോയ്ക്ക് സമർപ്പിക്കുക. മുട്ടയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ നിയമം എൻ്റെ ഹൃദയത്തിൽ എഴുതി ഒരു മാംസളമായ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിയൻ ആധ്യാത്മികതയെ പിൻചെന്ന് ലോകത്തിന് ഈശോയെ കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷേർലി. ഞാൻ കോതമംഗലിൽ നിന്ന് വരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഒരു രോഗസൗഖ്യത്തിനായിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷി യൂട്യൂബിൽ ഉണ്ട്. അത് 7 മാസം കൊണ്ട് 2,10,000 പേര് കണ്ട ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് ഒത്തിരി വയ്യാതെയാണ്, വേറൊരു അസുഖമായിട്ട് ഒത്തിരി വയ്യാതെയാണ് വന്നിരുന്നത്. ഞാൻ അന്ന് അച്ഛനെ കാണാൻ എനിക്ക് ചീട്ട് കിട്ടിയിരുന്നു. അച്ഛനെ കണ്ട് എനിക്ക് നടുവിന് വേദനയായിട്ട് ഇരിക്കാനോ മുട്ടുകുത്താനോ ഒന്നും വയ്യാതെ, കിടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ വരുന്നത്. അന്ന് വന്നത് ഞാൻ വേരിക്കോസിൻ്റെ അൾസർ ഒത്തിരി വർഷങ്ങളായത് സൗഖ്യമായി സാക്ഷ്യം പറയാൻ വരുമ്പോഴാണ് ഈ നടുവിൻ്റെ അസുഖമായിട്ട് വല്ലാത്ത വിഷമത്തിലാണ് വന്നിരുന്നത്. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അച്ഛനെ എനിക്ക് ഇത് സൈത്താണ് മോളെ, ഇത് കൊണ്ടുപോയി നടുവിൽ പുരട്ടാൻ പറഞ്ഞ് കുദാശികൾക്ക് ഉപയോഗിക്കുന്ന സൈത്താണ് എന്ന് പറഞ്ഞ് എൻ്റെ കൈവിരലിൽ തള്ളവിരലിൽ സൈത്ത് പുരട്ടി തന്നിട്ട് ഞാനത് ബാത്റൂമിൽ അവിടെ ടോയ്ലറ്റിൽ പോയി നടുവിൽ പുരട്ടി വന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു സൗഖ്യം കിട്ടുന്നുണ്ട്, അമ്മ മാതാവ് സൗഖ്യം തരും, സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തോട് വരുമ്പോൾ MRI റിപ്പോർട്ടിൽ എൻ്റെ ഡിസ്കിന് മൊത്തം പ്രോബ്ലമായിരുന്നു. മുകളിൽ നമ്മൾ താഴെ വരെ എല്ലാ ഡിസ്കിനും പ്രോബ്ലമായിരുന്നു. കൂടാതെ തന്നെ 11th and 12th ഡിസ്കുകളിൽ ഒരു എല്ലിൻ്റെ ഗ്രോത്ത് വല്ലാതെ ഉള്ളിലേക്ക് വളരുകയായിരുന്നു.
അപ്പോൾ ആ വളർച്ച എല്ലായിരുന്നു താനും. അതുമാത്രമല്ല ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഡോക്ടേഴ്സ് പറഞ്ഞു. ഉള്ളിൽ നിന്ന് കുത്തി എടുക്കണം, അതെടുക്കണമെങ്കിൽ അത് പുറമേ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു പൊസിഷനാണ്. അതുകൊണ്ട് അത് 6 മാസം നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം. അത് ക്യാൻസറസ് ആണോ എന്ന് ഡോക്ടേഴ്സിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും നല്ലൊരു പ്രയാസം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് സൗഖ്യം തന്നിട്ടുള്ളത് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാനും ഹസ്ബൻഡ് രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഹസ്ബൻഡ് എൻ്റെ നടുവിൽ മുകളിൽ നിന്ന് താഴെ വരെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ തൈലം പൂശി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് കുറച്ച് നാൾക്ക് ശേഷം ആ നടുവേദന അങ്ങ് മാറുകയും എല്ലാ ജോലികളും ബെഡ് റെസ്റ്റ് പൂർണ്ണമായി ബെഡ് റെസ്റ്റ് ആയിരുന്നു, എല്ലാം മാറിയിട്ട് എല്ലാ ജോലികളും ചെയ്ത് ഞാൻ നടക്കുകയായിരുന്നു. അപ്പോൾ അത് മാതാവ് സൗഖ്യം തന്നു, വേറൊരു മരുന്നും ചെയ്യാതെ സൗഖ്യം തന്നു പൂർണ്ണമായ വിശ്വാസത്തിൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പോരുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് പിന്നെയും വീണ്ടും അതുപോലെ തന്നെ പഴയൊരു വേദന വന്ന് വീണ്ടും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ആ സമയത്ത് അവർക്ക് ഡോക്ടേഴ്സിനൊക്കെ സംശയമായിരുന്നു ഈ ഗ്രോത്ത് വീണ്ടും വലുതായതാണോ, അത് അവർക്കെല്ലാം ഭയമായിരുന്നു ക്യാൻസറസ് ആയിട്ട് മാറിയോ, അതുകൊണ്ടാണ് വീണ്ടും പെയിൻ വന്നതെന്ന് ഓർത്തിട്ട് വീണ്ടും അവർ MRI ചെയ്തു. MRI ചെയ്തപ്പോൾ വളരെ ഒരു സന്തോഷം തരുന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത്. വേദന വേറെ എന്തിൻ്റെയാണ്, പക്ഷേ ഈ ഗ്രോത്ത് വളരെ സപ്രസ്ഡായി മാറിയതായിട്ടാണ് കാണാൻ പറ്റിയത്. മാത്രമല്ല അത് ബോണാണെന്ന് വിചാരിച്ചിരുന്ന ആ ഗ്രോത്ത് ഒരു ഫാറ്റി ഗ്രോത്ത് ആണ് എന്നൊരു കൺക്ലൂഷനിൽ ഡോക്ടേഴ്സ് റിപ്പോർട്ട് തന്നിട്ടുണ്ട് സെക്കൻഡ് MRIയിൽ. അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ക്യാൻസറസ് അല്ല എന്ന് ഡോക്ടേഴ്സ് കൺഫേം ആയിട്ട് നമ്മൾ പറയുകയും ചെയ്തു. അത് അമ്മ മാതാവ് തന്ന വലിയൊരു സൗഖ്യമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേറൊരു മരുന്നുകളുമല്ല സൗഖ്യം തന്നത്. എനിക്ക് അമ്മ മാതാവിന് തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ച് മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് തന്ന സൗഖ്യവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റണമേ മാതാവിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മ മാതാവ് വീണ്ടും ഈ ഒരു സന്നിധാനത്തിൽ വന്ന് തിരുനടയിൽ വന്ന് നിന്നുകൊണ്ട് അമ്മയ്ക്ക് സാക്ഷ്യം പറയുവാൻ എന്നെ കൽപ്പുള്ളവളാക്കി മാറ്റിയതിന് 1000 നന്ദി പറയണം. അമ്മ മാതാവിന് തിരുക്കുമാരൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് പേ റിവിഷൻ, ഞാൻ ഒരു ടീച്ചറായിരുന്നു, റിട്ടയർ ആയിട്ട് 1 വർഷമാകുന്നുള്ളൂ. എനിക്ക് പെൻഷൻ്റെ കുറച്ച് പേ റിവിഷൻ്റെ കുറച്ച് അരിയർ കിട്ടാൻ താമസമുണ്ടായിരുന്നു. അത് സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താലും പലർക്കും കിട്ടിയിട്ടും എനിക്ക് വന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഫെബ്രുവരി 22-ാം തീയതി ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പണമിടപാടുകൾ സെറ്റിലാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, സന്ദേശം കിട്ടുന്നുണ്ട്. 25, 26, 27, 28 തീയതികളിൽ സെറ്റിലാകും, അതുകൊണ്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാണ്ട് പറഞ്ഞു, മാതാവേ എൻ്റെ ഇതൊന്ന് ശരിയാക്കി തരണം എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഫെബ്രുവരി 20 ഡേറ്റുകൾ എനിക്ക് സംഭവിച്ചില്ല. എങ്കിൽ തന്നെ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവ് ഇനി 25, 26, 27 ഡേറ്റ് വരുന്നുണ്ടല്ലോ, എനിക്ക് മാർച്ച് 25-ാം തീയതിക്കുള്ളിൽ കിട്ടിയാൽ മതി മാതാവ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാർച്ച് 22-ാം തീയതി ഉടമ്പടി ധ്യാനം ഞാൻ കൂടി കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ്മാൻ എനിക്ക് AGCയിൽ നിന്ന് കടലാസ് കൊണ്ടു തന്നു. എനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് എൻ്റെ തരികയും അത് 25-ാം തീയതിക്കുള്ളിൽ തന്നെ, അച്ഛൻ പറഞ്ഞ ഡേറ്റിന് 25-ാം തീയതി 25-ാം തീയതിക്കുള്ളിൽ തന്നെ എനിക്ക് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യാനും എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടുവാനും ഇടയായി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. വേറൊന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഫിനാൻസിൽ വർക്ക് ചെയ്യുകയാണ്, കോതമംഗലം ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട്. ആ ബ്രാഞ്ചിൽ ഇതുവരെയും അവിടെ കോടിപതി ഉണ്ടായിട്ടില്ല. അവർക്ക് ഡിപ്പോസിറ്റ് ടാർഗറ്റുകൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇന്നുവരെ എൻ്റെ ഹസ്ബൻഡ് ഇരിക്കുമ്പോഴുള്ള മാനേജർമാരിക്കുമ്പോൾ ഒരിക്കലും കോടിപതി കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ ഹസ്ബൻഡും അത് പ്രേക്ഷിത വേലയുടെ ഭാഗമായിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ജോമാല ചെല്ലാൻ എല്ലാ കാര്യങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്തവണ ഈ ടാർജറ്റ് വന്ന സമയത്ത് NCD ടൈമിൽ എനിക്ക് സുഖമില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ 2ാമത് പോയ സമയത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും ഡിപ്പോസിറ്റിനെ കുറിച്ച് പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും പലരും, നമ്മളറിയാത്ത പലരും ഇങ്ങോട്ട് ഡിപ്പോസിറ്റ് ഇടാമെന്ന് പറഞ്ഞ് കയറി വന്ന് അത് 1 കോടി കടത്തി ഡിപ്പോസിറ്റ് ഉണ്ടാക്കി. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാനും ഹസ്ബൻഡും പറയുകയാണ്. കാരണം വെച്ചാൽ ഒരിക്കലും ആ ബ്രാഞ്ചിൽ കോടിപതി കിട്ടിയിട്ടില്ല. മാത്രമല്ല നമ്മൾ അറിയാത്ത ആളുകളാണ് 20 ലക്ഷവും 10 ലക്ഷവും ഒക്കെ പറഞ്ഞ് ഡിപ്പോസിറ്റ് ഇങ്ങോട്ട് കൊണ്ടിട്ടത്. അത് ഞങ്ങളറിയാത്ത ആളുകളെ മാതാവ് കൊണ്ടുവന്ന് ആ ബ്രാഞ്ചിനെ ഉയർത്തിയതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. മാതാവിൻ്റെ പ്രേക്ഷിത വേല കൃത്യമായി ചെയ്തപ്പോൾ അത് ചെയ്തു തന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷി യൂട്യൂബിൽ വന്ന ശേഷം ഒത്തിരി പേര്, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസും അല്ലാത്തവരുമായി ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് വലിയൊരു ഉത്തരവാദിത്തം വന്നതുപോലെയാണ് എനിക്ക് തോന്നി, ഒരു ഭയം തന്നെ തോന്നി. കാരണം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു മാതാവ് എന്നെ ഏൽപ്പിക്കുന്ന പോലെ തോന്നി. ഒത്തിരി സഹനങ്ങൾ എടുത്ത് തന്നെ, വേദനയിലായിരിക്കുമ്പോൾ ബെഡ് റെസ്റ്റിലായിരുന്നപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് സഹനത്തിൽ കിടന്നുകൊണ്ട് തന്നെ പൂർണ്ണമായി ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി സമർപ്പിച്ച് അവർക്കെല്ലാം വേണ്ടി കൃപാസന അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച് എല്ലാവരും തന്നെ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേർ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുകയും മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുകയും എല്ലാം അമ്മ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തേക്കാന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയും ശമ്പളം കുടിശ്ശിക കിട്ടാത്തവർക്ക് കുടിശ്ശിക കിട്ടുകയും അങ്ങനെ സ്ഥലം വിൽക്കാത്തവർക്ക് സ്ഥലം വിൽക്കുകയും ഒത്തിരി കാര്യങ്ങൾ, അനേകം കാര്യങ്ങൾ മാതാവ് അവർക്ക് വേണ്ടിയിട്ട് എന്നിലൂടെ അത് സാധിച്ചു തന്നു. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടി നന്ദി പറയുകയാണ്. തിരുക്കുമാരനും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയ സാക്ഷ്യമാണ് റിട്ടയർഡ് ടീച്ചർ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ടീച്ചറിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ അപ്പ് ചെയ്യും. 2 ലക്ഷത്തോളം വ്യക്തികൾ ആ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ചിട്ടും ചെയ്തുള്ള വലിയ സാക്ഷ്യമായിരുന്നു. കാരണം എത്ര വർഷമായിരുന്നു ആ അൾസർ, നമ്മുടെ ഈ കാലിൽ വെരിക്കോസ് അൾസർ, 7 വർഷമായിട്ടുള്ള വെരിക്കോസ് അൾസറാണ്. കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന വഴി ടീച്ചർ സൗഖ്യപ്പെട്ട് കൃപാസന ആൾക്കാർ ഒത്തിരി, അതിൻ്റെ ഒപ്പം തന്നെ ഒത്തിരി സാക്ഷ്യങ്ങൾ വന്ന് പങ്കുവച്ചായിരുന്നു.
ഇന്നും വലിയൊരു സാക്ഷ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നട്ടലിൽ രണ്ട് ഡിസ്കിൻ്റെ ഇടയിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുകയും അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കൃപാസനത്തോട് കടന്നു വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. അച്ഛൻ വിശുദ്ധ തൈലം പൂശി, സൈത്ത് പൂശി, കയ്യിൽ അത് സൈത്ത് പൂശിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നട്ടലിൻ്റെ ഭാഗത്ത്, അകൽച്ചയുള്ള ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിലും ചെന്നാലും ഉടമ്പടി പ്രാർത്ഥന കൃത്യമായി ചൊല്ലി ഉടമ്പടി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചു പോകുന്നു. അങ്ങനെ ആ വേദന പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. പക്ഷേ ഒരു ദിവസമാണ് പെട്ടെന്നാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു. കാരണം ടീച്ചറിന് സൗഖ്യം കിട്ടിയെന്ന് ബോധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ആ ഒരു വേദന വന്നത്. അങ്ങനെ പെട്ടെന്ന് വേദന വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് MRI റിപ്പോർട്ട് ചെയ്തു. അല്ല, MRI സ്കാൻ ചെയ്തില്ലേ? അപ്പോൾ വീണ്ടും വേദന വന്നപ്പോൾ MRI സ്കാൻ ചെയ്തായിരുന്നോ? ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഗ്രോത്ത് ഇല്ല അവിടെ, ജസ്റ്റ് അതൊരു ഫാറ്റ് ഡെപ്പോസിഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയൊരു സൗഖ്യമാണ്. കാരണം അന്ന് ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ച് അത് ഗ്രോത്ത് അല്ല, അത് ജസ്റ്റ് ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ മാത്രമാണ്, യാതൊരു പ്രശ്നമില്ലെന്ന് പറയും. ഇപ്പോൾ പൂർണ്ണമായിട്ട് വേദന മാറിയോ? പൂർണ്ണമായിട്ട് മാറി, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ബാങ്കിൽ, അത് ആ ബാങ്കിൽ ഡേറ്റ് വെച്ച് ബാങ്കിൽ കോടിപതിയായി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു വിഷയം പറഞ്ഞത്. അതായത് അവിടെ അവർക്ക് പരിചയമില്ലാത്ത കസ്റ്റമേഴ്സാണ് ഒത്തിരിയേറെ ഡെപ്പോസിറ്റ് നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അത് നിയമാവർത്തനം 8:3. അജ്ഞാത മേഖലയിൽ നിന്നുള്ള ദൈവിക സഹായം, അജ്ഞാതമായ ദൈവിക വഴികൾ തുറന്നു കിട്ടുന്ന ഉടമ്പടിയുടെ ഒരു വലിയ ഇടപെടലാണ്, ഉടമ്പടി സാക്ഷ്യമാണത്. അപ്പോൾ അങ്ങനെ അറിയാത്ത കസ്റ്റമേഴ്സൊക്കെ അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആദ്യമായിട്ടാണല്ലേ ബാങ്കിൽ അങ്ങനെ ഒരു, ആ ബ്രാഞ്ചിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോടിപതിയാവുന്നത് ആ ബ്രാഞ്ച്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഹസ്ബൻഡ് വഴി ആ ബാങ്കിന് കിട്ടി. അപ്പോൾ ഹസ്ബൻഡ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ കൃപാസനത്തിലെ പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യുമായിരുന്നു പറഞ്ഞു. പ്രാർത്ഥിച്ച് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകളെല്ലാം വിവരിച്ച് പത്രപ്രേക്ഷിത പ്രവർത്തനം ആ ബാങ്കിൽ നടത്തിയപ്പോഴാണ് ഭൗതിക മേഖലയിലുള്ള ഒരു വലിയ അനുഗ്രഹം ആ ബാങ്കിന് ലഭിച്ചത്. വലിയൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഈ ടീച്ചറിൻ്റെ വിഷയം പറഞ്ഞു. കിട്ടാനുള്ള അരിയറിൻ്റെ ആ പെരീഷനിൽ ബാലൻസ് കിട്ടാനുള്ള പൈസ അതിങ്ങനെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 2022, അതായത് ഈ കഴിഞ്ഞ മുമ്പത്തെ മാസം ഫെബ്രുവരി 22 ഉടമ്പടി ആരാധനാ സമയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 25, 26, 27, 28 ദിവസങ്ങളിൽ പരിശുദ്ധമ്മ വലിയ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഉള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള വലിയൊരു സന്ദേശം. ആ സന്ദേശപ്രകാരം അപ്പോൾ ടീച്ചർ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു, മാർച്ച് 26 അല്ലേ, മാർച്ച് 26-നുള്ളിൽ എൻ്റെ വിഷയത്തിലും തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്ന് കിട്ടിയെന്നാണ്. 22-ന് തന്നെ അല്ലേ, മാർച്ച് 22-ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് അതിൻ്റെ വിഷയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന പേപ്പർ കയ്യിൽ കിട്ടിയെന്നാണ് ടീച്ചർ സാക്ഷ്യപ്പെടുത്തിയത്.